ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട്, ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല. അതാ നിന്റെ വിഷമം? അല്ല, അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും 70+ ഇയേഴ്സ് അത് കൂടി, അപ്പോഴും അതൊരു ജയന്റ് ആയിട്ട് ഒരു ബാഹുബലിയെ പോലെ അത് നിൽക്കുവാണ്. ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. പിന്നെയും പിന്നെ അത് പൊട്ടാത്തതിന് പൊട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണ്? വെറുതെ കിടന്നുറങ്ങുന്ന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ്? പ്രശ്നം അപ്പൊ ഈ ഇപ്പൊ ഒരു 19 വയസ്സുണ്ടാവും ഇല്ലേ? അല്ല, ഇനി 90 വയസ്സായിരുന്നു. ശാരിക 90 വയസ്സ് വരെ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും മരിക്കില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കണേ? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഡീകമ്മീഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത്? സുപ്രീം കോടതിയിൽ ഡീകമ്മീഷൻ നടത്താൻ കേരള ഗവൺമെന്റ് പറയണ്ടേ? എന്താ കേരള ഗവൺമെന്റ് ചെയ്യാത്തത്? അത് കേരള ഗവൺമെന്റിനോട് ചോദിക്കണം. പിന്നെ നാണക്കെടുത്തി. താങ്കളാണ് 2018 തൊട്ട് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് മുമ്പ് ഒരാൾ ഇറങ്ങിയായിരുന്നു. എന്നാലും PJ ജോസഫ്, ശ്രീ പിണറായി വിജയൻ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതൊന്നും ശാരിക കണ്ടില്ല? അല്ല, അതൊക്കെ കണ്ടു. അത് കണ്ടിട്ട് പേടി തോന്നിയില്ലേ? പേടി തോന്നാൻ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേടിക്കേണ്ട കാര്യം എന്താണ് ഇതിനകത്തുള്ളത്? എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അത് കേൾക്കുമ്പോ പാനിക്കാവണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ്. ബുദ്ധിയുള്ളവൻ ചിലപ്പോ പാനിക്കാവുമായിരിക്കും. ഇവിടെ ഇരുന്ന് പറ, എന്നെ ശാരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേണ്ട. എനിക്ക് ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത, ഇതുവരെ പൊട്ടാത്ത, ഒരു കല്ല് പോലും അടർന്നു വീഴാത്ത ഡാമിനെ കുറിച്ചല്ലേ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താ തേങ്ങാ പിണ്ണാക്കാണ്? സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ജനങ്ങളെ പാനിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പിടിച്ചിരുന്നോ? ഒരു മൂർഖം പാമ്പ് ഈ മുറിയിലുണ്ട്. അതെ, നിങ്ങൾ പാനിക് ആവരുത്, നിങ്ങൾ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല. ഒന്നെങ്കിൽ ഞാൻ പുറത്തു കിടക്കും, അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. ഈ പറഞ്ഞത് ന്യായം. പക്ഷെ ഈ പറയുന്നതെല്ലാം ഈ നിമിഷം വരെയും തെറ്റാണെന്ന രീതിയിലാണല്ലോ. ഈ ജയന്റ് ആയിട്ട് നിൽക്കുന്ന ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു നഗ്ന സത്യമല്ലേ? ഇങ്ങേരോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തരേണം. മുല്ലപ്പെരിയാർ ഡാമിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിന് ഒരു കല്ല് പോലും അടർന്നു വീണ് ആർക്കും, അതിന്റെ പരിസരവാസികൾക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ചൈനയിലെ ബാങ്കിയോ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. 36 ഡാമും ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ? തകരാതിരിക്കട്ടെ എന്നാണ്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൽ കെട്ട് ഈ തലയ്ക്ക് മുകളിൽ ചുമക്കണേ? ഈ നാട് നശിക്കാൻ പോകുന്നത് പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളെ കൊണ്ടാണ്. ഒരു അധർമ്മം കണ്ട്, അനീതി കണ്ട് മാറിപ്പോകുന്ന ജനങ്ങളെ കൊണ്ടാണ് ഈ നാട് നശിക്കാൻ പോകുന്നത്. എന്ത് ഉപകാരമുണ്ട്? നിങ്ങൾക്ക് പണം കിട്ടുന്നില്ല. 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇടുക്കി ഡാമിന് ഉൽപാദനം നഷ്ടം. ഇത് തന്നെയാണ് കുറെ കാലമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്ര അടിമകളായിട്ട് ഈ നാട്ടിലെ ജനം ജീവിക്കുന്നത്? സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയൂലേ. പൊട്ടി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, പൊട്ടില്ല എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നിലനിർത്തുന്നതാണോ നല്ലത്? ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കുന്ന ഒരു ഡാം പണിയുന്നതാണോ നല്ലത്? നമ്മുടെ ജീവൻ നിങ്ങളുടെയൊക്കെ കയ്യിലാണ് സാർ.